ഇതിപ്പോൾ നമ്മൾ ചെയ്യാത്ത വേഷങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ആ തരുന്ന ആൾ ഡയറക്ടറാണ്, ആളുടെ നമ്മളിലുള്ള വിശ്വാസം, അയാൾ നമ്മളെ കണ്ടെത്തുകയാണ്. ഈ ടൈപ്പ് ക്യാരക്ടർ അയാൾ ചെയ്യും. അതെ, അത് ആദ്യം തരുന്ന ആൾ അയാളുടെ വിശ്വാസമാണ്, ആ ഡയറക്ടറിൻ്റെ വിശ്വാസമാണ്, നമ്മളിലുള്ള വിശ്വാസം. ഇത് തന്നെയാണ് ബാവുട്ടിയുടെ നാമത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഈ കടകളിൽ ചെയ്ത പോലത്തെ അതേ വേഷം. അതിൻ്റെ വേറെ ടൈപ്പാണ് ബാവുട്ടിയുടെ നാമത്തിൽ. ആ പടത്തിന് എന്നെ വിളിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇങ്ങനെ എൻജിയേട്ടൻ എഴുതുന്നു, GS വിജയൻ ഡയറക്റ്റ് ചെയ്യണം, മമ്മൂക്ക പടം അല്ല ഇത്ര ദിവസം വേണം. ഞാൻ ചോദിച്ചു എന്ത് വേഷമോ? അത് അശ്വൻ ചേട്ടൻ ചെയ്യാത്തൊരു വേഷമാണ് എന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്തായിരിക്കും? ഞാൻ വേഗം തന്നെ വിജയേട്ടനെ വിളിച്ചു, GS വിജയനെ വിളിച്ചിട്ട് വിജയേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്. ആടാ പറഞ്ഞിട്ടുണ്ട്, അത് അശ്വനത് വരണം കേട്ടോ, നമുക്ക് നല്ല ക്യാരക്ടറാണ്. എന്താണ് ക്യാരക്ടർ എന്താണെന്ന് പറയാമോ? അത് അശ്വൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷം തന്നെ. ഈ വേർഡ് അത് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അവസാനം രഞ്ജിയേട്ടനെ രഞ്ജിയേട്ടനെ വിളിച്ചിട്ട് രഞ്ജിയേട്ടാ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, അതെന്താണ് ആ വേഷം? എനിക്ക് നേരത്തെ അറിയണം എപ്പോഴും. ഒന്ന് പറയാമോ? താടി പിടിക്കുമോ എന്ന് ചോദിച്ചു. അല്ല, മീശ പിടിക്കാമോ എന്ന് ചോദിച്ചു. എന്ത് വേണമെങ്കിലും പഠിക്കാം, കുഴപ്പമില്ല. ബൈക്ക് പഠിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, കുഴപ്പമില്ല. എന്താണ് വേഷം? അത് നീ ഇതുവരെ ചെയ്യാത്ത വേഷമുള്ളൂ. അവിടെ ഇതൊറ്റ മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത്. ഞാനിതിങ്ങനെ വിങ്ങി അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഈ വീടിൻ്റെ ഇങ്ങനെ മുറ്റത്തേക്ക് മമ്മൂക്കാനെ ഇരുത്തി ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, ബുള്ളറ്റേ. ഞാൻ വണ്ടി എടുത്ത് പുറകെ കൊണ്ട് പുറത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് എനിക്കങ്ങനെ ഓടിക്കാൻ അറിയില്ല. അങ്ങനെ മമ്മൂക്ക എനിക്ക് ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് പിടിച്ചിരുന്നു. അപ്പോൾ വീഴ്ത്തോ? ഇല്ല. അതിനു മുമ്പ് ഞാൻ GS വിജയനോട് പറഞ്ഞു, ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, വിജയേട്ടാ ഞാനിങ്ങനെ വരുമ്പോൾ ഓക്കെ ആക്കണം, ക്യാമറമാനോടും പറഞ്ഞു വേഗം പിടിച്ചോളൂ ഫ്രൈവ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഓക്കെ. അതുവരെ ഈ അതിന് മുമ്പൊരു സംഭവമുണ്ട്. ഞാൻ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ രഞ്ജിയേട്ടൻ്റെ ഒരു പരത്തിൽ ചോട്ടിരിപ്പുണ്ടായിരുന്നു. അശോക് എന്നെ വിളിക്കാൻ, അശോക് എന്ന് വിളിക്കുള്ളൂ. ചേട്ടാ ഇത് എന്താണ് ചേട്ടാ വേഷം എന്ന് പറയും, ഇരിക്കും. അവിടെയാണ് ക്യാരക്ടർ പറയുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടാ ഇത് ഞാൻ ചെയ്യുമോ? ഇത് അശോകേ ചെയ്യുള്ളൂ. ആ ഒരു ധൈര്യമുണ്ട്, അത് അശോകനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മീശയൊക്കെ എടുത്ത് മേക്കപ്പ് ചെയ്ത് വന്ന് മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ മമ്മൂക്ക അവിടെ ഇരിപ്പുണ്ട്. മമ്മൂക്ക എന്നെ കണ്ടിട്ട് നോക്കിയിട്ട് ഒരു സെക്കൻഡ് മനസ്സിലായില്ല പുള്ളിക്ക്. നമസ്കാരം. പുള്ളിക്ക് അലവി വാ, നീയാണ് ഇതിൻ്റെ അകത്ത് ഹീറോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെയ്തു. പക്ഷേ ആ പടം വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ക്യാരക്ടറുകൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറേ പടങ്ങൾ ഞാൻ ക്യാരക്ടറുകൾ ചെയ്തേക്കണം. ഇപ്പോൾ ഭയങ്കര കൊതിയുണ്ട് ഒരു കോമഡി വേഷം ചെയ്താൽ കൊള്ളാമെന്ന്.